ഇന്ത്യയിൽ ജനാധിപത്യം മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ തളർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ബി.ജെ.പി തളർത്തിയെന്ന് പറയുന്നതാവും ശരി. കോടികൾ വീശിയെറിഞ്ഞ് പാർട്ടികളെ പിളർത്തി എംപിമാരെ ചാക്കിട്ട് പിടിക്കുകയാണ് ബി.ജെ.പി. നിർധനരായ എംപിമാർ പോലും ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായി മാറിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, ഏറ്റവും ഒടുവിലായി സമാജ്വാദി പാർട്ടി. എംപിമാർക്ക് കോടികൾ കൈമാറി ബി.ജെ.പി ഒപ്പം കൂട്ടുമ്പോൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ പാർട്ടികൾ തകർന്നടിയുകയാണ്. 28 തൃണമൂൽ എംപിമാരിൽ 20ഓളം പേർ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുകയാണെന്നും അംഗീകരിക്കണമെന്നും കാട്ടി ലോക്സഭാ സ്പീക്കർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് ഉദ്ധവിന്റെ 9 ലോക്സഭാംഗങ്ങളിൽ 6 പേരെ അടർത്തി NDAയുടെ സഖ്യകക്ഷിയായ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൽ ചേർക്കാൻ നീക്കം നടക്കുന്നത്. ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് എംപിമാരെ വലയിലാക്കുവാൻ നീക്കം നടക്കുന്നത്. പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച 6 പേരും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇവർ ഷിൻഡെ വിഭാഗത്തിൽ ചേരും. സഞ്ജയ് ധന പാട്ടീൽ, സഞ്ജയ് ജാദവ്, സഞ്ജയ് ദേശ്മുഖ്, നാഗേഷ് പാട്ടീൽ അഷ്ടിക്കാർ, ഭൗസാഹേബ് ബക്ചൌരെ, രാജേ നിംബാൽക്കർ എന്നിവരാണ് ഷിൻഡെ പക്ഷത്തേക്ക് നീങ്ങുന്നത്. ഷിൻഡെ വിഭാഗത്തിന് ഇതോടെ ലോക്സഭയിൽ 13 എംപിമാരായി. അതിനിടെ പിളർപ്പ് ഉറപ്പായിരിക്കെ ഡൽഹിയിലെ പ്രധാന യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ധവ് താക്കറെ ക്യാമ്പ് വിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. വിമത എംപിമാരെ പ്രത്യേക ഗ്രൂപ്പായി പരിഗണിക്കരുത്, അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി നടത്തുന്ന ലയനത്തെ അംഗീകരിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ പാർട്ടി നേതൃത്വം സ്പീക്കറോട് ഉന്നയിച്ചതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നിരയെ ഭയപ്പെടുത്തി ഒപ്പം ചേർക്കുന്ന ചരിത്രം ബി.ജെ.പിക്കുണ്ടെന്നും അതിനെ ഭയക്കണമെന്നും SP നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിലേക്കും ബി.ജെ.പി കണ്ണെറിഞ്ഞതായി അഭ്യൂഹമുയർന്ന സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് മന്ത്രിയും സുഹേൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുടെ അധ്യക്ഷനുമായ ഓം പ്രകാശ് രാജ്ഭറാണ് ഇത് സംബന്ധിച്ച് ആദ്യം സൂചന നൽകിയത്. ഒട്ടേറെ SP നേതാക്കൾ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണെന്നും ഓം പ്രകാശ് അവകാശപ്പെടുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും സമാന അവകാശവാദം ഉന്നയിച്ചു. SP നേതാവ് രാം ഗോപാൽ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഓം പ്രകാശ് അവകാശപ്പെട്ടു. എന്നാൽ ആർക്കും കത്ത് നൽകിയിട്ടില്ലെന്ന് രാം ഗോപാൽ പ്രതികരിച്ചു. SP-ക്ക് ലോക്സഭയിൽ 37 അംഗങ്ങളും രാജ്യസഭയിൽ 8 അംഗങ്ങളുമുണ്ട്. ഈ 37-ൽ കുറഞ്ഞത് 10 പേരെയെങ്കിലും അടർത്തിയെടുക്കാനാണ് ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത്. ഇവർക്ക് ബി.ജെ.പിയിൽ ചേരാൻ സാധിക്കില്ല, എന്നാൽ സ്വതന്ത്രരായി നിൽക്കുവാൻ അവകാശമുണ്ട്. ഈ നിയമം കൈമുതലാക്കിയാണ് ബി.ജെ.പി മറ്റ് എംപിമാരെ ചാക്കിടുന്നത്. ഓപ്പറേഷൻ ടൈഗറിലൂടെ ശിവസേന UBT വിഭാഗത്തെ ബി.ജെ.പി ലക്ഷ്യമിട്ടിരിക്കെ പാർട്ടിയിൽ തുടരാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാമെന്നുമാണ് അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുംബൈയിൽ പറഞ്ഞത്. ശിവസേന UBT വിഭാഗത്തിന് ലോക്സഭയിൽ 9 അംഗങ്ങളും രാജ്യസഭയിൽ 1 അംഗവുമാണുള്ളത്. ഇതിൽ മുതിർന്ന നേതാക്കളായ അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, രാജബഹുവാസെ എന്നിവർ ഒഴികെയുള്ള ലോക്സഭാംഗങ്ങളാണ് NDAയിലേക്ക് ചേക്കേറിയത്. വിമത എംപിമാരെ അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് രാജ്യസഭാംഗവും ശിവസേന താക്കറെയുടെ വിശ്വസ്തനുമായ സഞ്ജയ് റാവത്ത് ബുധനാഴ്ച ലോക്സഭാ സ്പീക്കറെ കണ്ടിരുന്നു. എന്നാൽ ഇത് ഫലം കാണാനിടയില്ല. സ്പീക്കർ ഓം ബിർള ഇവിടെ കറകളഞ്ഞ ബി.ജെ.പിക്കാരനാണ്. തന്റെ പാർട്ടിയോടുള്ള കൂറ് തെളിയിക്കാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കുന്നുണ്ട് ഓം ബിർള. എംപിമാർക്ക് കൂറുമാറാൻ 50 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തുവെന്നാണ് സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. വിമതരെ രാജിവെക്കാൻ ശിവസേന താക്കറെ വിഭാഗം വെല്ലുവിളിച്ചെങ്കിലും അതിന് തയ്യാറല്ലെന്ന എംപിമാർ തിരിച്ചടിച്ചു കഴിഞ്ഞു. ഭരണഘടനയുടെ 10ാം പട്ടികയിലെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ വ്യക്തികളെന്നല്ല രാഷ്ട്രീയ പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരിക്കെ കൂറുമാറ്റം സംബന്ധിച്ച് സ്പീക്കറുടെ തീരുമാനമാണ് പ്രധാനം. അതേസമയം കൂറുമാറ്റ നിരോധന നിയമത്തിലെ പഴുതുകൾ അടച്ച് പാർട്ടി വിടുന്ന എംപിമാരെ അയോഗ്യരാക്കുവാൻ സുപ്രീം കോടതിയിൽ തെളിവുകൾ കൈമാറിയാൽ ഒരുപക്ഷെ 50 എംപിമാരടക്കം അയോഗ്യരായേക്കാം.